എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങ് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഞാൻ എന്നും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വണ്ടി കയറുന്നതിന്റെ തൊട്ടു മുന്നേ ഒരു മയിലുണ്ടായിരുന്നു, കണ്ടായിരുന്നോ നിങ്ങള്? ആളെ ശല്യം ചെയ്യാണ്ടാണ് ഞാൻ കേറി പോന്നേട്ടോ. പിന്നെ അന്നക്കൊട്ടന്മാര്, കിളികള്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മുണ്ടേക്കോട് മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ. തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി ഇനിയാണ് നിങ്ങക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാൻ പോണത്. ഇത് നോക്കിയേ, ഭഗവാൻ അറിയാം, ഭഗവാൻ എത്ര കണ്ടാലും എനിക്ക് കോതി തീരില്ലാന്ന്. ഇൻസ്റ്റയിലെ വീഡിയോസ് കാണുന്നതിന്റെ ഇടയ്ക്കാണ് എന്റെ കണ്ണില് എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്റെ ഒരു പേജ് കണ്ടേട്ടോ. അപ്പൊ ഞാൻ അതിൽ കയറി ഒരുപാട് കൃഷ്ണന്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ദിവ്യപ്രഭാ കൃഷ്ണൻ എന്നുള്ള ഈ ഒരു വിഗ്രഹമാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. ഇതിന്റെ ഭംഗിയും ചൈതന്യവും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ. മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ലേ? ഞാൻ എന്റെ കണ്ണനെ മടിയിൽ വെച്ച് ഒത്തിരി നേരം അങ്ങനെ നോക്കി നിന്നട്ടോ. എപ്പോഴും അങ്ങനെ കയ്യിലെടുത്ത് നോക്കാനും എടുക്കാനും ഒന്നും പാടില്ല. ആളേനെ ഒരു നല്ല വൃത്തിയുള്ള ഭാഗത്ത് അങ്ങനെ ഇരുത്തണം. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പോയി നോക്കി നമ്മുടെ സന്തോഷവും സങ്കടവും ഒക്കെ പറയാ. കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ഒത്തിരി പേരുണ്ട് കേട്ടോ. പൂണൂൽ ഗുരുവായൂരപ്പൻ, യദുകുല കൃഷ്ണൻ, ഒത്തിരി. അപ്പൊ ഞാനിപ്പോ മേടിച്ചിട്ടുള്ളത് ദിവ്യപ്രഭാകൃഷ്ണൻ എന്നുള്ള വിഗ്രഹമാണ്. ഇതുപോലെയുള്ള വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കും വേണമെങ്കിൽ എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരുമായിട്ട് DM ചെയ്യോ അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റോ ചാറ്റ് ചെയ്യോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നെ പോലെയുള്ള കൃഷ്ണ ഭക്തകൾക്കൊക്കെ അല്ല കുടിരിക്കലോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവുമ്പോ ഇതുപോലെ ഒരു വിഗ്രഹം ഒന്ന് സമ്മാനം കൊടുത്തു നോക്കി. അവർക്കുണ്ടല്ലോ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനം കിട്ടിയാലും കിട്ടാത്ത അത്രയും വലിയ സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ഞാൻ എന്റെ കൃഷ്ണനെ എത്ര നേരം നോക്കിയിരുന്നെന്ന് എനിക്ക് എന്നെ അറിയില്ല. ശരിക്കും എന്താ പറയാ, നമ്മളെ അമ്മമാര് ഉണ്ണിയോളെ നോക്കില്ലേ, അതേ കണക്കായിരുന്നു എനിക്ക് എന്റെ ഭഗവാനെ കൈ കിട്ടിയപ്പോ. ഈ ഒരു വിഗ്രഹം ഉണ്ടല്ലോ 1.5 അടിയോളം വലിപ്പം ഉണ്ട് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളി മാർബിൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിഗ്രഹങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് എന്റെ പേജുമായി മെസ്സേജ് ചെയ്താലും മതി.